ഭാഗ്യവാനായ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ളതായ തിരുവചനങ്ങൾ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രക്ഷാകരമായ മനുഷ്യാവതാരത്തെയും കർത്താവിൻ്റെ തലമുറകളുടെ വംശാവലി പട്ടികയെയും കുറിച്ച് ഭാഗ്യവാനായ അപ്പോസ്തലൻ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വ്യക്തമായി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസികളെയും വിശുദ്ധ വേദപുസ്തക വായനക്കാരെയും പലപ്പോഴും വിരക്തിയും വല്ലാത്ത മടുപ്പും ഉളവാക്കുന്നതാണ് ഇങ്ങനെയുള്ളതായ പേര് വിവരണ, സ്ഥല വിവരണ, തലമുറ വിവരണ പട്ടികകൾ. അതുകൊണ്ട് തന്നെ പുസ്തക വായന നിർത്തുവാനും മാറ്റിവെക്കുവാനും അല്ലെങ്കിൽ താളുകൾ വളരെ വേഗതയിൽ മറിച്ച് മുമ്പോട്ട് പോകുവാനും വായനക്കാരനും വിശ്വാസികളും ശ്രമിക്കുകയും ചെയ്യും. പല മനുഷ്യർക്കും തങ്ങളുടെ 6-7 തലമുറകൾക്കപ്പുറത്തേക്ക് പൂർവികരുടെ പട്ടികയെക്കുറിച്ച് പറയുവാനോ പഠിക്കുവാനോ ഒന്നും തന്നെ സമയവുമില്ല. ഇവിടെ മത്തായി അപ്പോസ്തലൻ തന്റെ നാഥന്റെ കർത്താവിൻ്റെ രക്ഷിതാവായ മിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാരത്തെയും അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകളും, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു മിശിഹാ വരെ 14 തലമുറകളുടെ പേരുവിവരങ്ങൾ തെറ്റാതെ വളരെ വ്യക്തമായി എഴുതുന്നു. അപ്പോസ്തലൻ ഈ സുവിശേഷം എഴുതുന്നത് തന്നെ യഹൂദ സമൂഹത്തിന് വേണ്ടിയായിരുന്നു. യഹൂദന്മാരോട് നിങ്ങൾ കാത്തിരുന്ന രക്ഷിതാവായ മശിഹ ഇതുതന്നെയാണ്, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി എഴുന്നള്ളി വന്ന ദൈവപുത്രൻ ഇതുതന്നെയാണ് എന്ന് അപ്പോസ്തലൻ തുറന്നു കാട്ടുകയാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇതെല്ലാം അവൻ്റെ വലിയ പിതാക്കന്മാരാണ്. ഈ വലിയ പിതാക്കന്മാരിലും ഈ പാരമ്പര്യങ്ങളിലും അവൻ ഊറ്റം കൊള്ളുന്നവനും അഭിമാനമുള്ളവനുമാണ്. അതുകൊണ്ടാണ് അബ്രഹാം മുതൽ കർത്താവ് വരെയുള്ളതായ പട്ടിക അപ്പോസ്തലൻ അവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. വീണ്ടും വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നാം പഠിക്കുമ്പോൾ ഭാഗ്യവാനായ ലൂക്കോസ് അപ്പോസ്തലനും ഒരു തലമുറകളുടെ പട്ടിക എഴുതിയിട്ടുണ്ട്. എന്നാൽ ലൂക്കോസ് അപ്പോസ്തലൻ മാനവികതയ്ക്ക് വേണ്ടി എഴുതിയത് കൊണ്ട് മാനവികതയുടെ തുടക്കം മുതൽ, മനുഷ്യവംശത്തിൻ്റെ തുടക്കം മുതൽ ആദ്യ മനുഷ്യനായ ആദാം മുതൽ ഈ പട്ടികയെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. മത്തായി എന്ന പദത്തിൻ്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സമ്മാനം. മനുഷ്യ ചരിത്ര പഠനങ്ങൾക്കും മറ്റും ദൈവം മനുഷ്യർക്ക് നൽകിയ ഏറ്റവും മഹത്തായ സമ്മാനം തന്നെയാണ് ഭാഗ്യവാനുമായ മത്തായി അപ്പോസ്തലൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പേര് സ്വീകരിച്ചിരിക്കുന്നത് മത്തായി മുൻപന്തിയിലുണ്ട്. ഈ കാലഘട്ടത്തിൽ പുതിയ പുതിയ പേരുകൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും കടന്നു വന്നുവെങ്കിലും ക്രിസ്തീയ വിശ്വാസികളുടെ ഇന്നും അവരുടെ മാമോദിസ പേരായി, ക്രിസ്തീയ നാമമായി മത്തായി വിശ്വാസികൾക്കിടയിൽ ഇന്നും വലിയ സ്വാധീനമുള്ള ഒരു പേര് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ളത് വിശുദ്ധ വേദപുസ്തകം, അതിൽ തന്നെ പുതിയ നിയമം, അതിൽ ഒന്നാമത്തെ സുവിശേഷമായ മത്തായി സുവിശേഷം, സെന്റ് മാത്യു ഗോസ്പൽ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വലിയ ഉദ്ദേശത്തോടു കൂടി വലിയ ഉത്തരവാദിത്വമാണ് ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചത്. അത് അനുസരണയോടുകൂടി പൂർണ്ണതയോടുകൂടി അദ്ദേഹം നിറവേറ്റി കൊടുക്കുകയും ചെയ്തു. കർത്താവ് തൻ്റെ മനുഷ്യാവതാര കാലത്ത് തൻ്റെ 70 ശിഷ്യന്മാർക്ക് ഓരോരുത്തർക്കും ഓരോരോ നിയോഗങ്ങളും അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങളുമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ സ്തെഫാനോസിന് ആദ്യ രക്തസാക്ഷിത്വ മരണവും, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ യാക്കോബിന് ആദ്യ രക്തസാക്ഷിത്വവും, മത്തായി ശ്ലീഹായിക്ക് ആദ്യ സുവിശേഷ രചനയും പരിശുദ്ധാത്മാവ് കൂടെ നിന്ന് സഹായിച്ച് ചെയ്തു കൊടുത്തു. ചുങ്കക്കാരനായ മത്തായിയെ ചുങ്കസ്ഥലത്ത് വെച്ചാണ് കർത്താവ് വിളിച്ചത്. തൻ്റെ മുഴുവൻ സമ്പാദ്യങ്ങളും ആ ചുങ്കസ്ഥലത്ത് ഉപേക്ഷിച്ച്
തൻ്റെ വിളിയെ സ്വീകരിച്ചുകൊണ്ട് അവൻ കർത്താവിൻ്റെ പുറകെ ഓടിച്ചെന്നു. തീർച്ചയായും അവൻ ആ മുഴുവൻ ചുങ്കസ്ഥലത്തെ സമ്പാദ്യം അവിടെ ഉപേക്ഷിച്ചു പോകുമ്പോൾ വലിയ തുക പണം കാണും, സ്വർണ്ണാഭരണങ്ങളും നാണയങ്ങളും കാണും, ലക്ഷക്കണക്കിന് രൂപ പല ഭാഗങ്ങളിലായി കിടപ്പുണ്ട്. ഇതെല്ലാം ഉപേക്ഷിച്ച്, സർവ്വതും ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. ഇതൊരു വലിയ മാതൃകാപരമായ ഒരു തീരുമാനമാണ്. ചുങ്കക്കാരും പാപികളും എന്നാണ് വേദപുസ്തകവും ഉടനീളം പറയുന്നത്. റോമൻ മഹാചക്രവർത്തിക്ക് വേണ്ടിയും നാടുവാഴിയായ ഹെറോദോവിനു വേണ്ടിയും ചുങ്കം പിരിക്കുകയും അമിതമായി ചുങ്കം പിരിച്ച് അതിലൊരു വലിയൊരു ഭാഗം സ്വന്തമായി അപഹരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു രീതി ഈ ചുങ്കക്കാർക്കുണ്ടായിരുന്നു. വലിയ അധികാരികളായിരുന്നു. അങ്ങനെ കവർച്ചയും ഈ കൊള്ളപ്പണവും ധാരാളം വരുന്നത് കൊണ്ട് പാപികളായിരുന്നു, ദുർനടപ്പുകാരായിരുന്നു. ഇങ്ങനെയുള്ളതായ സ്വഭാവങ്ങളും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാപികളുടെ പട്ടികയിൽ അവരുണ്ടായിരുന്നു. കർത്താവിൻ്റെ വിളി കേട്ട് സർവ്വതും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ്. ചുങ്കക്കാരനായിരുന്നുകൊണ്ട് വളരെ വ്യക്തമായി കണക്കുകൾ എഴുതി വെക്കുന്ന ഒരു ശീലം ഇദ്ദേഹത്തിനുണ്ടായിരുന്നത് കൊണ്ട് കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്ന ആ സമയത്ത് തൻ്റെ ഗുരുമുഹൂർത്തത്തിൽ നിന്ന് കേട്ട എല്ലാ കാര്യങ്ങളെയും കൃത്യതയോടുകൂടി ഓർത്തിരിക്കുകയും അത് കുറിച്ചു വെക്കുകയും ചെയ്തതുകൊണ്ടും ഇക്കാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അദ്ദേഹം ഈ വലിയ സുവിശേഷം പൂർത്തീകരിച്ചു. സംശുദ്ധ സുവിശേഷങ്ങളിൽ ആദ്യത്തേതായതുകൊണ്ട് മത്തായി അപ്പോസ്തലന്റെ സുവിശേഷം വായിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള രണ്ട് സുവിശേഷങ്ങളും വളരെ വേഗതയിൽ ഒരു പഠിതാവിന് പഠിക്കാനും സാധിക്കും എന്നതും ശ്രദ്ധിക്കണം. ഏദൻ തോട്ടത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ട മനുഷ്യൻ കേവലം ഒരു പഴം പറിച്ചു തിന്നു എന്ന ഒരു ചെറിയ തെറ്റല്ല, മറിച്ച് സത്യയജമാനായ യഥാർത്ഥ യജമാനായ ദൈവത്തിൽ നിന്നും സാത്താന്യ യജമാനത്വത്തിലേക്ക് മാറിപ്പോയതാണ് ഇവിടുത്തെ കാതലായ പ്രശ്നം. രണ്ട് യജമാനന്മാരെ സേവിക്കുന്നത് അസാധ്യമാണ് എന്ന് കർത്താവും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഏദൻ തോട്ടത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ട് പരാജിതനായി നടന്നു നീങ്ങിയ മനുഷ്യന് ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹവും വിളിയും ലഭിക്കുകയും അങ്ങനെ ഒരു വലിയ വാഗ്ദത്തം, സ്ത്രീയുടെ സന്തതി, പ്രത്യാശയുടേതായൊരു വാഗ്ദത്തം, ഒരു രക്ഷകന്റെ വരവിനെ കുറിച്ച് അവരൊരു വലിയ പ്രത്യാശയും നൽകിയാണ് പറഞ്ഞുവിട്ടത്. ഇത് മനസ്സിലാക്കിയ പിശാച് അന്നു മുതൽ തന്നെ ഈ രക്ഷക വരവിനെ തുരങ്കം വെക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ പിശാചിന്റെ പദ്ധതികളെ അവന് മനസ്സിലാകാത്ത രീതിയിൽ ദൈവം തന്റെ പദ്ധതികളെ വെട്ടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് ഇതിനെ സുരക്ഷിതമായ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് അതിനെ എത്തിച്ചു. അതുകൊണ്ട് തന്നെ പാപികളും വേശ്യാസ്ത്രീകളും ഒക്കെയും ഈ തലമുറയിലേക്ക് കടന്നു വന്നു. അവർക്കൊക്കെ രക്ഷയുടെ വലിയ അനുഭവം ഉണ്ടായി. യാക്കോബിന്റെ 12 മക്കളിൽ മൂത്തവനാകാം, ജോസഫ് ആകാം, ബെന്യാമീനാകാം എന്നൊക്കെയുള്ള സംശയം നിലനിൽക്കുമ്പോൾ ആണ് പെട്ടെന്ന് ഈ വംശാവലി യൂദയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് മുമ്പോട്ട് പോയി ഈശായുടെ കുറ്റിയിൽ നിന്നും അങ്ങനെ ദാവീദിന്റെ കാലത്താണ്, ദാവീദിന്റെ പരമ്പരയിൽ നിന്നും തന്നെയാണ് ഈ രക്ഷകൻ വരുന്നുവെന്നും വ്യക്തമായി മനസ്സിലാകുന്നു. യഹൂദാ സമൂഹത്തോട് നിങ്ങൾ പ്രതീക്ഷിച്ചതായ മശിഹ ഇതുതന്നെയാണ്. തിരുവരുത്തുകൾ നിവൃത്തിയാകുവാൻ ഇതാ ഇവൻ തന്നെയാകുന്നു യഥാർത്ഥ രക്ഷകൻ മശിഹ എന്ന് മത്തായി വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. തിരുവരുത്തുകൾ നിവൃത്തിയാകുന്നു എന്നുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിനെ രാജാവായിട്ടാണ് മത്തായി അവതരിപ്പിക്കുന്നത്. സ്വർഗരാജ്യത്തെ കുറിച്ച് 55 തവണ ഇവിടെ പറയുന്നു. ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നുവെന്ന് 14 തവണ കർത്താവ് തന്നെ കൽപ്പിക്കുന്നു. കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ ന്യായപ്രമാണത്തെക്കുറിച്ച് നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾക്ക് അത് പഠിപ്പിച്ച രീതികൾ വ്യക്തമല്ല, അത് വളച്ച് പഠിപ്പിച്ചു, എന്നാൽ ഞാൻ നിങ്ങളെ ശരിയായി പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പഠിപ്പിക്കലിന് തുടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗുരുക്കന്മാരും റബിമാരും പരീക്ഷകന്മാരുമെല്ലാം ഇതിനെ വളച്ച് പഠിപ്പിച്ചു. കേട്ടിരുന്ന ജനം ഇവൻ പുതിയൊരു പഠിപ്പിക്കൽ നൽകുന്നു, നമ്മുടെ ഗുരുക്കന്മാർ ഇങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചത്, ഇവൻ അധികാരമുള്ളവനെ പോലെ സംസാരിക്കുന്നു. ഇവിടെയെല്ലാം യഹൂദ സമൂഹത്തിന് ഇവൻ അധികാരിയാണ്,
സർവ്വ അധികാരങ്ങളോടുകൂടി പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വന്ന ദൈവത്തിനും തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു വലിയ ഉത്തരവാദിത്വം മത്തായിക്ക് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം നിറവേറ്റുവാൻ അങ്ങേയറ്റം ഉത്സുകനായി ഇരുന്നു. ഇബ്രായ ഭാഷയിലാണ് ആദ്യം ഈ സുവിശേഷം എഴുതിയത്. 1-ാം നൂറ്റാണ്ടിൽ പലസ്തീൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും അദ്ദേഹം സുവിശേഷ വേല ചെയ്തിരുന്നു. പിന്നീട് ദേശാന്തരങ്ങൾ കടന്ന് എത്യോപ്യയിൽ അദ്ദേഹം സുവിശേഷ വേല ചെയ്തു. ഗ്രീക്കിലേക്കും ഇത് തർജ്ജിമ ചെയ്തു. എത്യോപ്യയിൽ വെച്ച് ഇദ്ദേഹം വാളിനാൽ കൊല ചെയ്യപ്പെട്ടു എന്നാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പാരമ്പര്യങ്ങളിലും ഒക്കെ എഴുതിയിരിക്കുന്നത്. ഒരിക്കലും ഒരു ചിന്തകൻ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ചിന്തകനും ചിത്രകാരനും ഒക്കെ ആയിരുന്ന ഈ മനുഷ്യൻ മത്തായിയുടെ സുവിശേഷത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പറക്കുന്ന മനുഷ്യരെയും പറക്കുന്ന മാലാഖമാരെയും പറക്കുന്ന സിംഹങ്ങളെയും ഒക്കെ കണ്ടു. വേദപുസ്തകത്തിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്ന ഈ മനുഷ്യൻ ഇരുന്നിങ്ങനെ ചിന്തിക്കുകയാണ്, എന്താണ് താൻ ഇങ്ങനെയൊക്കെ കാണുന്നത്? നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിന്റെ 3 ഭാഗവും പ്രവചന പുസ്തകവുമാണ്. കാലാകാലങ്ങളിൽ ദൈവം പ്രവാചക ശബ്ദങ്ങളെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. സുവിശേഷകരെയും അപ്പോസ്തലന്മാരെ തന്നെ മനുഷ്യാവതാരകാലത്ത് നേരിട്ടും ഉയർപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രവാചക ശബ്ദങ്ങളും അപ്പോസ്തല ശബ്ദങ്ങളും ഇന്നും ഉണ്ടാകുന്നത് കൊണ്ടും ആ സന്ദേശത്തിന്റെ ബലം കൊണ്ടാണല്ലോ പരിശുദ്ധമായ ഈ ലോകത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെതായ ശബ്ദങ്ങൾ നാം കേൾക്കുന്നത്. അദ്ദേഹം ധ്യാനിച്ച് പ്രാർത്ഥിച്ചു താൻ കണ്ട ഈ ഒരു ചിത്രത്തിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് പറഞ്ഞത്. അബ്രഹാം മുതലുള്ളതായ പിതാക്കന്മാരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ഉള്ള ഈ പിതാക്കന്മാരെല്ലാം തന്നെ ദൈവത്താൽ വഴിനിർത്തപ്പെട്ടവരായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ എല്ലാ കാലഘട്ടത്തിലും സഹായിച്ചിരുന്നു. ദൈവത്തിന്റെ മാലാഖമാരും ദൂതന്മാരും അവരെ ഉയർത്തിപ്പിടിച്ചിരുന്നു. മാലാഖമാർ അവരെ ഈ ഭൂമിയിൽ ഉയർത്തി നിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറക്കുന്ന മനുഷ്യരായിരുന്നു, പറക്കുന്ന മാലാഖമാരോടൊപ്പമായിരുന്നു. പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവൻ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാണല്ലോ. അതുകൊണ്ടാണ് പറക്കുന്ന സിംഹത്തെ അദ്ദേഹം കണ്ടത്. മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ മറ്റൊരു വലിയ സിംഹത്തെയും അവിടെ കാണാൻ സാധിക്കുന്നു. നമുക്കറിയാം, സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹൂദാ ഗോത്രത്തിൽ നിന്നും ഒരു മനുഷ്യൻ മെല്ലെ 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 നടന്ന് സമാഗമന കൂടാരങ്ങളും കടന്ന് ബഹുൽത്തായുടെ ഉന്നതങ്ങളിൽ യാഗമായി തീർന്ന് മാനവരാശിയുടെ രക്ഷയായി തീർന്നു. ദ ലയൺ ഓഫ് ജൂദ, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം. ഇതൊരു ചിത്രകാരന്റെ, ഒരു ദൈവിക ചിന്തകന്റെ ഒരു വ്യാഖ്യാനമായിട്ട് മാത്രം നാം അതിനെ കാണാമെങ്കിലും വലിയൊരു ആശയ സമ്പന്നതയും പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നടത്തിപ്പ് ചിന്തയും ഇതിലുണ്ട് താനും. ഈ കാലഘട്ടത്തിലും യഹൂദ സമൂഹത്തെ പോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും അതിലൂടെ രക്ഷ നേടുവാനും നാം എത്രമാത്രം ശ്രമിക്കുന്നുണ്ട്, എത്രമാത്രം നമുക്കതിൽ താല്പര്യമുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല നമുക്കൂടെ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഭാഗ്യവാനായ മത്തായി അപ്പോസ്തലനെ കൊണ്ട് ഇത് എഴുതിച്ചതെന്ന് നമുക്ക് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അബ്രഹാം മുതലുള്ള പിതാക്കന്മാരുടെ പട്ടികയിലൂടെ ഇവൻ തന്നെയാകുന്ന ദൈവപുത്രൻ എന്ന് നമുക്കൂടെ മനസ്സിലാകുവാൻ പരിശുദ്ധാത്മാവ് ഇത് നമുക്ക് വീണ്ടും വീണ്ടും കാണിച്ചു തരികയാകുന്നു. തേജസ്സിന്റെ ദൈവത്തെ അവർ ക്രൂശിച്ചു. ഇന്നും ഈ കാലഘട്ടത്തിലും ഈ തേജസ്സിന്റെ ദൈവത്തെ നാമും പലപ്പോഴായി ക്രൂശിക്കുകയും വിഭജിക്കുകയും പീഡിപ്പിക്കുകയും ക്രിസ്തു വിശ്വാസികളെ തല്ലുകയും ചെയ്യുന്നു. ഇതിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന ആലയങ്ങളായി രൂപപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തേജസ്സിന്റെ ദൈവത്തെയും തേജസ്സിന്റെ ദൈവത്തിന്റെ സുവിശേഷത്തെയും നമ്മുടെ ഉള്ളിൽ ശോഭിക്കുവാൻ തക്കവണ്ണം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം.